കുട്ടൻ, ഈ പരസ്പര വിരുദ്ധമായ മറുപടികളാണ് കോൺഗ്രസ് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. സതീശനോട് ചോദിച്ചാൽ പറയും ആപ്പ് ഞങ്ങൾ എന്നേ ക്ലോസ് ചെയ്തുവെന്ന്. വർക്കിംഗ് പ്രസിഡന്റിനോട് ചോദിച്ചാൽ പറയും ആപ്പ് ഇപ്പോഴും പ്രവർത്തനക്ഷമമാണ്, അതിൽ കയറിയാൽ നിങ്ങൾക്ക് കണക്കുകൾ കിട്ടുമെന്ന്. അതിൽ കയറിയാൽ ഒരു കണക്കും കിട്ടില്ല, ഒരു രേഖയും കിട്ടില്ല, അതിൽ കയറാനും പറ്റില്ല. ആപ്പ് പൂർണ്ണമായും മുടങ്ങിക്കിടക്കുകയാണ്. എന്താണ് ഇവർ മറച്ചു വെക്കുന്നത് കുട്ടൻ? എന്തുകൊണ്ടാണ് ഇവർ ഈ ഒളിച്ചുകളി നടത്തുന്നത്? മനു, ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വലിയ രീതിയിൽ ഫണ്ട് കളക്ഷൻ നടത്തിയിരുന്നു. എന്നാൽ ഒരു ദുരന്തം നടന്ന ഒരു വർഷമായിട്ടും ഒരു തരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളും നടത്താത്ത സാഹചര്യത്തിൽ കോൺഗ്രസിനകത്ത് തന്നെ വയനാട്ടിനുള്ളിൽ തന്നെ വലിയ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉയർന്നൊരു പശ്ചാത്തലത്തിലാണ് ഈ ആപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം നമ്മൾ നടത്തിയതുമായി ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയത്. ആപ്പിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു തരത്തിലുള്ള കണക്കുകളും ലഭ്യമല്ല എന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം തേടിയപ്പോഴാണ് ഇപ്പോൾ മനു പറഞ്ഞതുപോലെ നമ്മൾ വിൻഡോയിൽ കാണിച്ചതുപോലെ തന്നെയുള്ള വിചിത്രവാദങ്ങൾ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഇതിനകത്ത് അടിമുടി ദുരൂഹതയുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്ക് മറക്കാനുണ്ട് എന്നുള്ളതാണ്. ഈ ആപ്പുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കകത്ത് വി.ഡി. സതീശൻ വ്യക്തമായിട്ട് പറയുന്ന ബൈറ്റ് ഇപ്പോൾ നമ്മൾ കണ്ടു. ഈ ആപ്പ് നമ്മൾ ക്ലോസ് ചെയ്തതാണ്, അതിന്റെ കണക്കുകളൊക്കെ ബാങ്കിലുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. അതായത് സംസ്ഥാനത്തെ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് വി.ഡി. സതീശൻ. അദ്ദേഹം ഉൾപ്പെടെയാണ് ഈ പറയുന്ന സംഭാവന തരുന്നവർക്കുള്ള റെസീറ്റിൽ ഒപ്പിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കകത്ത് അന്ന് വി.ഡി. സതീശനും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി നൽകിയ അദ്ദേഹത്തിന്റെ സംഭാവനയിൽ പോലും നേരിട്ട് വാങ്ങിയ ചില രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ചില തുക നൽകിയിരുന്നു. അതിനകത്തൊക്കെ ഇവർ റെസീറ്റിൽ ഒപ്പിട്ട് നൽകിയിട്ടുണ്ട്. ഒരു കണക്കുമില്ല തന്നെ വ്യക്തമാവുന്നത്. എ.പി. അനിൽകുമാർ, കെ.പി.സി.സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് എ.പി. അനിൽകുമാർ ജൂലൈ മാസം ആദ്യം തിരുവനന്തപുരത്തെ കെ.പി.സി.സി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അതായത് അദ്ദേഹത്തിനോട് കണക്ക് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തനിക്ക് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ കണക്ക് കിട്ടില്ല, പക്ഷെ കണക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിക്കാം. ഈ കെ.പി.സി.സി തയ്യാറാക്കിയ ആപ്പിനകത്ത് ഈ കണക്കുകളൊക്കെ ഉണ്ട്, ഈ കണക്കുകളൊക്കെ സുതാര്യമാണ്, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാമെന്നായിരുന്നു കെ.പി.സി.സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഈ പറയുന്നതിന് മാസങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് കഴിഞ്ഞ ഒക്ടോബർ മാസത്തോടുകൂടി തന്നെ ഈ ആപ്പ് പൂർണ്ണമായും പ്രവർത്തനം നിലച്ച നിലയിലായിരുന്നു. പണം കൊടുത്തവർക്ക് പോലും ആപ്പിനകത്ത് നിന്നും ഒരു തരത്തിലുള്ള കണക്കുകളും ലഭ്യമാവുന്നില്ല. ഇതിനകത്ത് ഇവർ ഈ ആപ്പ് തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞത് വളരെ കൃത്യമായ കണക്കുകൾ, അതായത് മൊത്തത്തിൽ പിരിച്ച തുക, ഇതുവരെ ചെലവഴിച്ച തുക, സംഭാവന തന്നവരുടെ വിവരങ്ങൾ, ചെലവഴിച്ച തുകയുടെ വിശദാംശങ്ങൾ, ഏതൊക്കെ കാര്യങ്ങൾക്ക് തുക ചെലവഴിച്ചിട്ടുണ്ട്, അതായത് ഭൂമി വാങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വീട് നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് ഉൾപ്പെടെയുള്ള വളരെ വിശദമായ കാര്യങ്ങളൊക്കെ ഈ ആപ്പിനകത്ത് ആർക്കും, പൊതുസമൂഹത്തിൽ ആർക്കും ഈ ആപ്പിൽ കയറി ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ നൽകിയ വാഗ്ദാനം. പക്ഷേ ഈ 2024 ആഗസ്റ്റ് മാസം, ജൂലൈയിൽ അവസാനമാണ് ദുരന്തം നടക്കുന്നത്. ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഈ ആപ്പ് ഉപയോഗത്തിലുണ്ടായിരുന്നത്. ഒക്ടോബർ മാസത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഇന്നലെ നമ്മൾ പരിശോധിച്ചിരുന്നു, ഒക്ടോബർ മാസത്തിലാണ് ആപ്പിലെ ലാസ്റ്റ് അപ്ഡേറ്റ് കാണിക്കുന്നത്. ഒക്ടോബർ മുതൽ ആപ്പ് സിംഗിൾ സ്ക്രീൻ ആപ്ലിക്കേഷനായി മാറിയിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു തരത്തിലുള്ള കണക്കുകളോ ബാക്കപ്പുകളോ കാണാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്.